ദീപം 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 എന്താ ചൂ പഴം തിന്നെ വിശക്കാൻ തുടങ്ങി. വെറുതെ ബോറടിക്കുമ്പോൾ ഒരു പഴം തിന്നാലേ? അത് കുഴപ്പമില്ല. വിശന്നില്ലേലും ബോറടിക്കുമ്പോൾ ഒരു പഴം. ഓ ലേറ്റ് ഇട്ടോ, ലേറ്റ് ഇടാറായല്ലോ. ചെറിയൊരു ചെമ്പിൽ കുറച്ച് ചോറ് വെക്കണമായിരുന്നു കേട്ടോ. ചോറ് വെച്ച് ഇത്ര നേരം വയ്യ എന്താണെന്നറിയോ, ഏട്ടനനിയൻ രണ്ടാമത്തെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർത്താനം വന്ന് സമയം ഒരാൾക്കുള്ള ചോറപ്പത്? ഇതോ ഒരാൾക്കുള്ള ചോറ്, അച്ഛനുള്ള ചോറ? നമുക്കുള്ള ചോറാണേ. ആരപ്പത്രൊക്കെ കഴിക്കുന്നത്? ഇതാണ്ടോ ഈ ചെപ്പിൽ 1.5 നാഴി എരിയിട്ടിട്ടുണ്ട്. നിറയെ ഇട്ടിട്ടുണ്ടോ? 1.5 നാഴി. അത് മതി. ഓരോ പിടിയല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ ഇതാ കഴിഞ്ഞു, പണി കഴിഞ്ഞു കേട്ടോ. എന്താണ് പൊക്കോളും, കമ്മിറ്റി പിരിച്ചു വിട്ടു. കമ്മിറ്റി പിരിച്ചു വെറുതെ. അപ്പോൾ എന്താടാ കിച്ചുട്ടാ അയ്യോ പറയണ് വയ്യേ? ഡാ അമ്മൂൻ്റെ പൈസയ്ക്ക് വാങ്ങിയ സാധനമാണ് കേട്ടോ. കണ്ട നല്ല കോട്ടൻ്റെ ടോപ്പുകൾ. അമ്മു 3 എണ്ണത്തിന് എത്ര? 217. 220 എത്രയുള്ളൂ കേട്ടോ. അതാ ഇതൊക്കെ തന്നെ ഈ സമയത്ത് ഇടാൻ പറ്റും. തന്നെ ഇടാൻ പറ്റുള്ളൂ. അമ്മൂന് ഇങ്ങനെയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എല്ലാവർക്കും പറ്റിയത്. കാരണം എന്താ വെച്ചെങ്കിൽ ഇപ്പൊ ഈ ചൂടുള്ള ഷർട്ടൊന്നും പറ്റില്ല. ഏറ്റവും ലൂസായിട്ട് ഉള്ളത് എന്താ കാണിക്കുന്നത്? അമ്മൂനാണ് ഇങ്ങനത്തെ ഉള്ള ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കളറും നന്നായിട്ടുണ്ട് അല്ലേ? അമ്മൂന്റെ സെലക്ഷൻ നന്നായിട്ടുണ്ട്. നാളെ ഒരു ടോപ്പ് വാങ്ങിയിരുന്നു വീട്ടിലിടാനേ. ഇത് പക്ഷെ നല്ല ഇതുണ്ട് കേട്ടോ. അമ്മു എങ്ങനെയാണെന്നറിയോ, ആദ്യം 2 പ്രാവശ്യം പുറത്തേക്ക് ഇടും, എന്നിട്ട് പിന്നെ വീട്ടിലിടുള്ളൂ. അവൾക്ക് ഇനിയിപ്പോൾ കുട്ടിയുടെ 56 കേട്ടോ. ഈ ചൊവ്വാഴ്ച കഴിഞ്ഞ അടുത്ത ചൊവ്വാഴ്ച. അപ്പോൾ തുണി വേണ്ട സറാറിട്ടാൽ മതി. ഇനി ഓണത്തിന് തുണി എന്താ വാങ്ങിയത്? കുംഭമാസിലായിരുന്നു. അച്ചു നിക്ക്. അച്ചുവിന്റെ തലയിൽ എന്തോ ഇത് ഇതാണ്ടോ, ചുവപ്പ് കളറിൽ ഇതാണ്ടോ, എന്താണോ വിചാരിച്ചാൽ. എന്താന്നറിയില്ല കേട്ടോ, ഗ്യാസ് കുത്തണ പോലെ തോന്നിട്ടേ ഭയങ്കര. ഇവിടെ അടുത്ത് കടലും കൊണ്ടില്ലേ, സോഡ വേണമെങ്കിൽ വേഗം കിട്ടും കേട്ടോ. എനിക്ക് സീരിയസ് സോഡ ഭയങ്കര ഇഷ്ടം. ഇത് 7up ആണല്ലോ. അത് 7up 6up ഒന്നല്ല, ജീരക സോഡ. ഇവിടെ ഒരു ഗ്യാസ് ഒന്നും ഞാൻ ആശുപത്രിക്കൊന്നുമില്ല. നേരെ ജീരക സോഡ കുടിക്കുക, ഗ്യാസ് മാറ്റുക. ഒരു പ്രത്യേകതരം അസുഖമാണ് ഇവിടെ ഉള്ളവർക്ക്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഗ്യാസും സകല. ഞാൻ ഗ്യാസിന്റെ മരുന്ന് ഇപ്പൊ കഴിച്ചില്ലേ അച്ചു? ഞാൻ ഗ്യാസിന്റെ മരുന്ന് കഴിച്ചു. ഇപ്പോൾ അതെന്താ വെച്ചാൽ എന്ന് ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞിട്ടില്ലേ, ഒന്ന് കുറച്ചു നേരം ഉറങ്ങിയിട്ടോ അങ്ങനെ ഫോൺ നോക്കിയിട്ട് കുറച്ച് നേരം ഇരിക്കുക ചെയ്യല്. ഇന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി. അപ്പോൾ വയറ് നിറച്ച് കഴിച്ചിട്ട് അങ്ങനെ കിടന്നപ്പോഴല്ലേ നീച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നം. എന്താ ഇച്ചു പല്ലുവേനിക്കുള്ള മരുന്നായിട്ട് അത് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലതാണ്, ഭയങ്കര നല്ലത്. ദിവ്യ ഔഷധം എന്ന് പറയുന്നതാണല്ലോ അല്ലേ? അനിയനാണോ എന്ന് വെച്ചാൽ ഈ 7up, കൊക്കക്കോള, ജീരക സോഡ ഇതൊന്നും അനിയത്തിന് പറ്റില്ല. ആകെ പറ്റുന്നത് മോരും വെള്ളം. അനിയട്ടൻ ഫുൾ ഹെൽത്തിയുള്ള സാധനങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. നമ്മളാണ് പറഞ്ഞു വെച്ചാലേ ഇങ്ങനെയുള്ള സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടം. എനിക്ക് ജീരക സോഡ
ഇപ്പൊ തന്നെ കൊടുക്കാൻ പറഞ്ഞോ? പിന്നെ കൊടുക്കണ്ടേ? നാളെ കൊടുത്താൽ മതി. അതിൽ മാമ ഒന്നും പറയില്ല ലേട്ടാ. പോട്ടിന് അടുത്ത് വാങ്ങിക്കുന്നു. ഇത് കൊടുക്കുമ്പോ അതിന്റെ അളവ് നോക്കട്ടില്ലേ കുപ്പീന്റെ? പിന്നെ ഭയങ്കര അളവല്ലേ? എന്താ അളവ്? ആര് കൊടുക്കാൻ അളവ്? ഓ ഗ്യാസ് പോയിട്ടോ. പൂവേ. എങ്ങനെ കൊറേ നേരം വെച്ചീന് പോകണ്ടില്ലേ? അതെ, ഗ്യാസ് പോവല്ലോ. അച്ഛന് ഗ്യാസ് പോയില്ലേ? ഗ്യാസ് പോയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൈസ നഷ്ടമായിട്ടോ പറഞ്ഞു. പറഞ്ഞിട്ട് പോയില്ല അച്ചു. കൂട്ടുകാർ ചോദിച്ചിരുന്നു നിങ്ങൾ എന്താ മീൻ വാങ്ങണത് അധികം കാണിക്കാത്ത, ഇറച്ചി വാങ്ങണത് കാണിക്കണുണ്ടോ? മീൻ വാങ്ങിയത് കഴിച്ചിട്ട് വയറിനൊക്കെ കേടായിട്ട് ഇടങ്ങറായില്ലേ? വയറിന് കേട് വന്നു കേട്ടോ. ഇപ്പൊ മീൻ അധികം വാങ്ങാറേ ഇല്ല. അപ്പൊ നമ്മള് നല്ല മീൻ കിട്ടില്ല. മീനിനോട് ഇഷ്ടമില്ലായതല്ല, സംഭവം നല്ല മീൻ കിട്ടില്ല. മീൻ കഴിച്ചു കഴിഞ്ഞാൽ ഒക്കെ വയറ് കേട്. കൊടുങ്ങല്ലൂര് പോയിട്ട് വരുമ്പോ കൊണ്ടുവന്നിരുന്നു. അപ്പൊ കൊണ്ടുവന്ന മീനും പിന്നെ വലിയേട്ടൻ ഒരു പ്രാവശ്യം മണ്ണാർക്കാട്ടിൽ നിന്ന് മീൻ കൊണ്ടുവന്നു അല്ലേ? അത് നല്ല മീനായിരുന്നു. അതൊക്കെ അപൂർവമായിട്ട് നല്ല മീനായിരുന്നു. അല്ലാതെ എന്തെങ്കിലുമൊക്കെ വയറ് ഗ്യാസ് വരിക, വായപ്പുണ്ണ് വരിക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോ അല്ലേ നമ്മള് മീൻ വാങ്ങേയില്ല. മീൻ വാങ്ങണ പൈസക്ക് നമ്മൾ ഇറച്ചി വാങ്ങട്ടോ. ഇറച്ചി ഒന്നാമത് മീൻ ഇവിടെ കൊണ്ടുവന്ന് നേരാക്കുമ്പോഴേക്കും മീൻ ഇറച്ചിയുടെ കൂടെ മുള്ളൊരിടത്ത് കൂടെ. അയ്യോ, നമുക്ക് കാണുമ്പോൾ എങ്ങനെ മത്തിയൊക്കെ നമ്മൾ നേരേക്കുമ്പോൾ എങ്ങനെ ബലമുള്ളതാണെങ്കിൽ തന്നെ അത് തിന്നു കഴിഞ്ഞാൽ വയറിന് കേടുവാണ്. മത്തിയൊക്കെ അല്ലേ നമ്മൾ നേരേക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോഴേ നമ്മുടെ ഈ രണ്ട് നഖത്തിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് പോകും. അപ്പൊ അത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അറപ്പാവില്ലേ? ഇങ്ങനെ കുഴിഞ്ഞു പോവും. അത് ഉപ്പിട്ടിട്ട് ഇങ്ങനെ കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ ചില സമയത്ത് ഇല്ലേ ഇങ്ങനെ വേറിട്ട് വെക്കുമ്പോൾ കുട്ടികൾക്കാണോ എന്ന് വെച്ചാൽ അങ്ങനെ അധികം വലിയവർക്കാണെന്ന് വെച്ചാൽ അത്ര പിടുത്തല്ല കേട്ടോ. പിന്നെ മീനൊക്കെ കൂട്ടാന്ന് വെച്ചാൽ 3 ദിവസം ഉണ്ടാവും. പിന്നെ നമ്മൾ പച്ചക്കറി കഴിക്കണില്ലേ? നമ്മൾ പച്ചക്കറി നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ പറഞ്ഞു വെച്ചാൽ നമ്മള് ഇറച്ചിയൊക്കെ എന്താണെന്നറിയോ? നമ്മള് പച്ചക്കറി ഇപ്പോൾ ഇന്ന് സാമ്പാർ വെച്ച് ഇന്ന് തന്നെ നാളെയും സാമ്പാർ തന്നെയാണെന്ന് വെച്ചാൽ അതൊക്കെ കാണിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാണിക്കാതിരിക്കുകയാണ് കേട്ടോ. നമ്മളെ വീഡിയോ കൂടെ ഷോർട്സ് കൂടെ ഒക്കെ പറയാറില്ലേ നമുക്ക് എന്താ നമ്മൾ അന്നന്ന് വെക്കണത് വെള്ളപ്പയർ പുളി അങ്ങനെയൊക്കെ. പക്ഷെ ഇത് ഒരേ രീതിയിൽ വെക്കുമ്പോൾ നിങ്ങൾക്കത് കാണിക്കുമ്പോൾ ഇനി ഒരു മടുപ്പ് തോന്നില്ലേ? അപ്പോൾ അത് വിചാരിച്ചിട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ചന്തയിൽ നാളെ തിങ്കളാഴ്ച ചന്തയ്ക്ക് പോയിട്ട് വരുമ്പോൾ ഒരു വലിയൊരു ബിഷോപ്പർ നിറച്ചും പച്ചക്കറി വാങ്ങിയിട്ടാണ് വരിക. ഉപ്പേരി വെക്കാനും കൂട്ടാൻ വെക്കാനൊക്കെ ഉള്ളതുണ്ടാവും. ദിവസം നല്ല പച്ചക്കറി കഴിക്കുന്നുണ്ട്. മീൻ മാത്രം ഉണക്ക എന്താ മാന്തള്, മുള്ളൻ, എന്താ സ്രാവ്, ഇതൊക്കെ പച്ചയാണ് കഴിക്കേണ്ടത്. പക്ഷെ പച്ചയോട് ഇഷ്ടക്കുറവില്ല. പച്ച ഇവിടെ കഴിക്കാതിരിക്കുന്നത് കിച്ചു മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാവരും മീനൊക്കെ കഴിക്കുന്നത് തന്നെ. ആർക്കും മീനിനോട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ മീൻ ഇപ്പോൾ കഴിക്കാൻ തോന്നില്ല. ഒന്നാമത് മീൻ കഴിച്ചു കഴിഞ്ഞാൽ വയറ് കേട്, വയറ് മൊത്തത്തിൽ ശരീരത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. പച്ചക്കറി കഴിക്കുന്നുണ്ട് കേട്ടോ. പച്ചക്കറിയും കഴിക്കും നമ്മൾ. ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ കഴിക്കില്ല. ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സിന് നല്ല വിലയില്ലേ. പക്ഷെ ദിവസം കുട്ടിയാണ് അച്ഛൻ്റെ കൂട്ടുകാരൻ ഏട്ടനെ അങ്ങോട്ട് പൊക്കൊന്ന നമ്മളെ ചുട്ടിട്ട് വയ്യട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ വിചാരിച്ചു നമുക്കൊന്ന് പുറത്തേക്ക് പോകാമെന്നത്. കെട്ടിറക്കാണ്ടാണേ. ആവോ ഇതിന്റെ മോളിക്ക് വന്നപ്പോ ചൂടിന് എന്തൊരാക്കാലമോ. ആശ്വാസം ആക്കാം. എന്താ ചിലപ്പോൾ നാളെ സുകന്യ വരും കേട്ടോ. സുകന്യ 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞതാണ്. കുട്ടിയോടൊന്നും ഇല്ലാണ്ട് ഇവിടെ ഒരു സുഖമില്ല. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പം ആ കാര്യത്തിന് പോവണം. അപ്പോൾ അതിൻ്റെ തിരക്കുകളും. കുപ്പായൊന്നും വേണ്ട, ഉള്ള കുപ്പായം മതി. എനിക്കൊരു ടോപ്പ് എടുക്കണം. ഉള്ളത് മതി. അമ്മ ചേച്ചി ഇപ്പൊ 3 എണ്ണം വാങ്ങിയിട്ടില്ല. അതൊന്ന് ഒരു ടോപ്പ് അതിനെന്താ അത് പിന്നെ ഇനി അതിന് നമ്മ തല്ലുകൊണ്ട. അമ്മൂല്ലേ, അമ്മൂന് പൈസ കിട്ടുന്നത് അമ്മ എന്തെങ്കിലും എൻ്റെ പൈസയാണ് അമ്മൂട്ടി. അമ്മൂല്ലേ 500 റുപ്യക്ക് തരാ പറഞ്ഞത്. അമ്മു അവൾക്ക് 500 റുപ്യ തരാനിട്ടുണ്ടേ. നിന്റെ വിഷ് കഴിഞ്ഞിട്ട് 500 റുപ്യ ഇക്കിട്ട് ഞാൻ വെറുതെ പറയാട്ടോ. അമ്മു വേണമെന്ന് എന്താ അമ്മൂന് കുറേ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അപ്പം അമ്മൂന് വാങ്ങിക്കൊടുത്താണ്. അച്ഛൂന് പിറന്നാളിന് വാങ്ങിക്കൊടുത്തപ്പോൾ എന്താ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കിച്ചൂനും വാങ്ങി. എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേ മടയുണ്ട്. അത് മുളിക്ക് അമ്മച്ചിക്കിട്ട് കേട്ടെ. ആരുടെ വെട്ട? ഞാൻ വെട്ടില്ല കേട്ടാ. നിന്റെ മുടി വളർന്നോ അന്ന് വെട്ടിയിട്ട്? അമ്മൂട്ടിക്കാണെങ്കിലോ മുടി വേണമെന്നേ ഇല്ല. അപ്പോൾ എന്താ ഇന്നാണെങ്കിലോ
നമ്മുടെ വൈകുന്നേരമല്ലേ എന്തെങ്കിലും ഒന്ന് ദോശ ഉണ്ടാക്കണം വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ചോറ് വെച്ചു. ഈ ചൂടത്തെ ഈ ദോശയൊന്നും കഴിക്കാനേ പറ്റില്ല. ഞാൻ നാളെ രാവിലെ എന്താ ദോശയൊന്നും കഴിക്കാനേ തോന്നില്ലല്ലോ മോ. വെള്ളം കുടിച്ചിട്ട് എന്താ 1.5 നാഴി എരിയിട്ടിട്ടൊക്കെ ചോറ് വെച്ചാൽ തന്നെ ആ ചോറില്ലേ പിന്നെയും നാളേക്കുണ്ടാവും. എവിടെ വിഷുവേല ഉണ്ട് ഇപ്രാവശ്യം. നമ്മൾ എവിടെയും വിഷുവേലയ്ക്ക് പോയില്ല കേട്ടോ. മറ്റന്നാ തോന്നുന്നുണ്ട് കുന്നപ്പുള്ളിക്കാവിലെ എഴക്കാട് കുന്നപ്പുള്ളിക്കാവത്തെ വിഷുവേല. ആ സമയത്ത് നമ്മൾ കോങ്ങാട് പോയി നിൽക്കും. കോങ്ങാട് നാളെ 20-ാം തീയതി അല്ലേ, അപ്പോൾ പോയി നിൽക്കും കേട്ടോ. നമ്മുടെ ഒരു വൈകുന്നേരത്തെ വിശേഷം വന്നു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്ക് അടുക്കളയിൽ ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ലാണ്ട് സത്യം അറിയാച്ചല്ലേ പണി കമ്മിയാണ്. കാരണം കുട്ടികളൊക്കെ വേണം, എന്നാലാണ് പാത്രം കഴുകി വയ്ക്കാനും ഒക്കെ. ഇവരൊക്കെ ഇപ്പോൾ കുറച്ച് വലുതായില്ലേ, പിന്നെ ഇവർ സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴായിരിക്കും പണി ഉണ്ടാവുക. ഇപ്പോൾ എന്തെങ്കിലും തുണി തിരുമ്പിയിട്ടാൽ അത് തിരുമ്പി തോരടാനും ഒക്കെ ആയില്ലേ. അച്ചുട്ടിക്ക് എൻ്റെ പോലെയാണ് കേട്ടോ. എന്താ പക്ഷെ എൻ്റെ മുടി നല്ല ഉള്ളുണ്ടായിരുന്നതാണ് ചെറുപ്പത്തിൽ. പക്ഷേ അച്ചുൻ്റെ മുടി ഉള്ളു പോയി. മുടി വളരാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ ചായപ്പൊടി ഇല്ലേ, എന്താ എൻ്റെ കുറച്ച് നീളം വെച്ചത് കൊണ്ടാട്ടോ. ചായപ്പൊടിയിൽ എന്താ വെള്ളം തിളപ്പിച്ച് ചായപ്പൊടി ഇടുക. ചായപ്പൊടി ഇട്ടിട്ട് അതിൽ കൂടെ കറിവേപ്പില ഇടുക കേട്ടോ. കറിവേപ്പില കുറച്ച് ഉലുവി ഇടുക. എന്നിട്ട് ആ ഉലുവി ഇട്ടിട്ട് നന്നായിട്ട് നമ്മളെങ്ങനെ എന്ത് ചെയ്യണം എന്നറിയോ, തിളപ്പിച്ചിട്ട് വാങ്ങി വെച്ചിട്ട് അരിച്ചിട്ടില്ലേ നമ്മുടെ ചെമ്പരത്തി താളിയില്ലേ, ചെമ്പരത്തിയുടെ ഇല ഇട്ടിട്ട് ഈ വെള്ളം കൂടി ഒഴിച്ചിട്ട് അടിച്ചിട്ട് തേച്ച് കഴിഞ്ഞ് വെച്ചല്ലേ നമ്മുടെ തലയ്ക്കൊരു തണുപ്പും കിട്ടുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. തലയ്ക്കൊരു തണുപ്പും കിട്ടുന്നുണ്ട്. അതേപോലെ മുടിയില്ലേ ചെറിയ മുടികൾ ഇതാ ഇങ്ങനെ മുടികൾ വരുന്നുണ്ട് കേട്ടോ. ഇതാ ഇവരൊക്കെ അത് തേക്കുന്നുണ്ട്. നിങ്ങളില്ലേ പുറത്തേക്ക് പോവാ. അവിടെ വിഷുവേലയുടെ എന്തോ പരിപാടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അത് നമുക്ക് കോപ്പിറൈറ്റ് ആയിട്ട് വരാനും സാധ്യത ഉണ്ട്. പിന്നെ അതാ ഇങ്ങനല്ലേ വൈകുന്നേരത്ത് ഏറ്റവും കൂടുതൽ സുഖമുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ടെറസിൻ്റെ മോള്. അവിടെ ആകുമ്പോഴല്ലേ ഭയങ്കര ചൂട് കമ്മി. ഉള്ളിൽ ഇതാ അവിടെ പോലെയല്ല. പപ്പു നോക്കണുണ്ടോ? നിങ്ങൾക്ക് ആയിരിക്കും കാണുന്നുണ്ടോ ഈ പപ്പുവിനെ? അവിടെ നിൽക്കണേ കണ്ട. അപ്പുച്ചോ ഡീ കണ്ട കടതാ നോക്കി നിൽക്കണം. പോവാ ഇത് കൂടെ കുത്തി വരേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ പടക്കം പൊട്ടിച്ചിട്ടേ അത് കഴിഞ്ഞിട്ടും പടക്കം പൊട്ടിച്ചിരുന്നു. പിന്നെ ഇവിടേക്ക് അടിക്കാൻ കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്താ ഭയങ്കര ചൂടാണ്. പകൽ സമയത്തൊന്നും നമുക്ക് ഇവിടേക്ക് കയറാനേ പറ്റില്ല. ഈ വൈകുന്നേര സമയത്ത് ഞങ്ങൾ കുറച്ച് നേരം എപ്പോഴെങ്കിലും വന്നിരിക്കും. ഇപ്പം പിന്നെ 2 ദിവസമായിട്ട് ഇന്നലെ ഞാൻ എൻ്റെ അമ്മയത്തെ ഭയങ്കര ചൂടാണ് അമ്മ പറഞ്ഞപ്പോൾ അമ്മ അറിയണേ പായ കൊണ്ടുപോയിട്ട് ടെറസിൻ്റെ മുകളിൽ ഇട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ കുറേ നേരം കിടന്നിട്ട് ഉറക്കം വരുമ്പോൾ പോയിട്ട് താഴെ കിടന്നാൽ മതി അറിയണം കേട്ടോ. എ സി ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് എന്താ കറണ്ടിൻ്റെ പ്രശ്നം നല്ല ഉണ്ട് അല്ലമ്മോ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇവിടെ കറണ്ട് പോക്കുണ്ട്. ആ എവിടേക്കോ പോവാ. എല്ലാവർക്കും വേണോ സാലഡ്? എല്ലാവർക്കും പച്ചക്കറി സാലഡ് ഇവിടെ ഇഷ്ടം കേട്ടോ. നാരങ്ങ നീരും കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു ചൂട് അല്ലേ. എല്ലാ വീഡിയോയിലും ചൂട് പറഞ്ഞു സഹിക്കാൻ പറ്റില്ല കേട്ടോ സത്യം. അയ്യോ പരാതി പറയണ പോലെ കൂട്ടുകാരോട് പരാതി പറയാലോ മുട്ടി. ആരോട് പറഞ്ഞിട്ട് കാര്യം. ഇപ്പല്ലേ ചോറ് തിന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ എന്തെങ്കിലും തന്നെയാണ് അല്ലേ. അവിടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുണ്ടായിരുന്നേ എന്താ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന ക്യാരറ്റ്, കഴിഞ്ഞ തിങ്കളാഴ്ച കൊണ്ടുവന്നത്. ഇവര് നോക്കിയിട്ടില്ല. ക്യാരറ്റും കൈപ്പയ്ക്കൊക്കെ ഉണ്ടിരിക്കുന്നു. നാളെ കൈപ്പയ്ക്കപ്പുളി ഉണ്ടാക്കാം അല്ലേ. കുഞ്ഞച്ചൻ വന്നോ നോക്കി നോക്ക്. കുഞ്ഞച്ചന് ചോറിനാൻ കൊടുക്കണ്ടേ? ഏട്ടാ മതിയോ? അത് വേണോ? വെട്ട് വേറൊന്നും പകുതി ആരോ വെട്ട് വെച്ചിട്ടുണ്ടായിരുന്നോ? കിച്ചു വേണോ? ഉറക്കം വരും അത്ര എല്ലാവർക്കും. സതിയേട്ടനും കൊണ്ടേ കൊടുക്കാല്ലേ, എല്ലാവർക്കും ഇരുന്നോട്ടെ. ഞാനിതില്ലേ ചോറ് കഴിക്കൽ കമ്മിയാക്കിയിട്ട് ഇത് കഴിക്കാൻ വിചാരിച്ചപ്പോൾ അണക്കിൽ പല്ല് പറിക്കാണ്ട് ബലമുള്ളതൊന്നും കടിച്ച് തിന്നാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ.
എല്ലാരും കഴിച്ചോട്ടെ, ചൂടല്ലേ, ചൂടല്ലേ. തണുപ്പ് കിട്ടും. എൻ്റെ കുഞ്ഞുണ്ണിയാണ് കേട്ടോ ഇതിൻ്റെ ആള്. ഞങ്ങൾ തിങ്കളാഴ്ച ചന്തയ്ക്ക് പോയിട്ട് വരുമ്പോൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് വെച്ചല്ലേ അതും കൊണ്ട് വെറുതെ നുറുക്കിയിട്ട് കൊടുത്ത് വെറുതെ തിന്നോളും. അതുകൊണ്ടാണ് ഇന്ന് ക്യാരറ്റ് അവിടെ ബാക്കി വന്നത്. ഇല്ലെങ്കിൽ ക്യാരറ്റ് ഉണ്ടായില്ല. 1 കിലോ ക്യാരറ്റാണ് പറഞ്ഞു വെച്ചാൽ ഇവർ വെറുതെ പച്ചയ്ക്ക് തിന്നും. ഉപ്പേരി വയ്ക്കണേക്കാട്ടിലും ഇവർക്ക് ഇഷ്ടമാണ് പച്ചയ്ക്ക് തിന്നണത്. ക്യാരറ്റും ബീട്രൂട്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണെങ്കിലോ കൊണ്ടുവരുമ്പോൾ എനിക്കാണെങ്കിൽ ഇത് ആഴ്ചയിൽ ഇത് കൊണ്ടുവന്നിട്ടേ എനിക്കിഷ്ടേയില്ല ദിവസം ക്യാരറ്റ് ബീട്രൂട്ടും കഴിക്കുന്നത്. നല്ലതാണ് എന്നിട്ട് എൻ്റെ അമ്മ അറിയേ അല്ലെങ്കിൽ നല്ലതൊന്നും നായ്ക്ക് ചേരില്ല. എന്താ അമ്മോ? നിങ്ങൾ കഴിക്കണ്ടേ, ഞാൻ വയസ്സായില്ലേ. നിനക്ക് ചേരും, നിനക്ക് ചേരില്ല. അതന്നെ പറഞ്ഞത് നല്ലത് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ശരിക്കും വീഡിയോ എടുക്കുമ്പോഴേക്കും ഓരോരുത്തർ 3-4 പേര് വന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസൊക്കെ കട്ടാക്കേണ്ടി വന്നു അല്ലേ. ഓരോരുത്തർ വന്നിട്ടേ ആരെങ്കിലൊക്കെ വരുമ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ വിട്ടോളും പറയാൻ പറ്റില്ലല്ലോ. ഇന്ന് കനാലിൽ പോയിട്ടില്ലേ, രാത്രിയിൽ കനാലിൽ പോയി മേലെഴുകണം പറഞ്ഞിട്ടാണ് കേട്ടോ. ഇപ്രാവശ്യം വെള്ളം വന്നിട്ട് നമ്മൾ കനാലിൽ പോയിട്ട് മേലെഴുകിയിട്ടേ ഇല്ല. നല്ല വെള്ളമുണ്ട്. വെള്ളം നിന്നു വിചാരിച്ചാ വെള്ളം പിന്നെ വന്നു നിറച്ച് വേണ്ടോ. ഇപ്പോൾ കൂട്ടുകാരില്ല കഴിക്കണ്ടോ? ചില കുക്കുംബർ കഴിക്കും. വെള്ളരി ഇതേപോലെ കഴിച്ചാൽ നല്ലതാട്ടോ. നാരങ്ങ നീര് അവിടെയാണ്, കുരുമുളകും തന്നെ ഉള്ളൂ കേട്ടോ. ഇത് രണ്ടും ഉള്ളി വേണമെങ്കിൽ കൂട്ടാം. ഉള്ളിയില്ലേ രാത്രിയിൽ കൂട്ടിക്കഴിഞ്ഞ് വെച്ചാൽ ഒരു സ്മെല്ലുണ്ടാവില്ലേ, എനിക്കിഷ്ടമല്ല. വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഉപ്പൊക്കെ ഇടാം കേട്ടോ. ഉപ്പ് വേണ്ടല്ലോ, ഉപ്പൊന്നും വേണ്ട. ഇപ്പോൾ എല്ലാവർക്കും ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സാലഡ് പോലെ ഉണ്ടാക്കി കൊടുക്കുന്ന നാരങ്ങ നീരും കുറച്ചുപ്പും 2 മണി കുരുമുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി എല്ലാവരും കഴിക്കും. ആദ്യമൊക്കെ പറഞ്ഞാൽ ഈ കുക്കുംബർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വെച്ചാൽ ആർക്കും വേണ്ടായിരുന്നില്ല. ഇത് എന്താ ഈ ചൂട് കൂടിയപ്പോൾ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അടുത്ത വീട്ടുകാരും കൂടി പറയാൻ തുടങ്ങി എന്താണ് പറയുക വൈകുന്നേരം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി പിന്നെയാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഇങ്ങനെ ചോറിനേക്കാളും നല്ലതാണ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ് അപ്പോഴേ നമ്മൾ വിശേഷം നിർത്തുകയാണ് കേട്ടോ. നാളെ നല്ല വിശേഷമായിട്ട് നാളെ നിങ്ങൾക്കില്ലേ നമ്മുടെ ചലഞ്ചിങ് വീഡിയോ ആണോ വേണ്ടത് അതോ ഡേ മൈ ലൈഫ് ആണോ വേണ്ടത്, എന്താണ് വീഡിയോസ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കതുപോലെയുള്ള വീഡിയോസ് ചെയ്യാമല്ലോ. ഒന്ന് ഞാനില്ലേ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോഴേക്കും ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് വർത്താനം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതും കൂടി ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത്, നൂൽപുട്ടിൻ്റെ മേക്കർ വാങ്ങിയതിന് എത്ര ചെയ്യുന്നത്. നമുക്കത് ഏട്ടൻ്റെ എൻ്റെയും കൂട്ടുകാരും പാടെ കൂടി 2 പേരും പാടെ കൂടിയിട്ട് വാങ്ങി തന്നതാണ് കേട്ടോ. എൻ്റെയും കൂട്ടുകാരി തന്നെ. അപ്പോൾ അവർ വാങ്ങി തന്നതാണ്. എത്രയാണെന്ന് ചോദിച്ചത്, നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനത്തിന് എത്രയാണ് വില എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് വില അറിയില്ല. പക്ഷെ നല്ല പക്ഷെ നല്ല സാധനം പിന്നെ നമുക്ക് നമ്മൾ വാങ്ങിയതാണോ വെച്ചാൽ നമുക്ക് വില അറിയാം. ഇത് നമുക്ക് കിട്ടിയതാണല്ലോ, അപ്പം അതുകൊണ്ട് അറിയില്ല കേട്ടോ. പക്ഷെ നല്ല സംഭവമാണ്. വാങ്ങിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടില്ല കേട്ടോ. ഈസി ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ എനിക്ക് മാത്രം ഒരു തപ്പൽ വരുന്നുണ്ട്. ഏട്ടന് നല്ല പറ്റുന്നുണ്ട്. ഏട്ടൻ കാരണം എന്താ വെച്ചാൽ ഈ മെഷീൻ ഉപയോഗിക്കും കൊണ്ട് ഏട്ടനാ സംഭവം ശരിയാവും. എനിക്കില്ലേ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും സ്റ്റെക്കായി പോകുന്നുണ്ട്. അത്ര മാത്രം കേട്ടോ. അപ്പോൾ കമൻറ്റിൽ കൂടെ ചോദിച്ചതാണ് ഇതൊന്ന് ചേച്ചി ഇതിൻ്റെ വില ഒന്ന് പറയുമോ എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യുമ്പോഴേക്കും എന്തോ ധരിച്ചില്ല പോയി. എന്താ അമ്മൂല്ലേ വൈകുന്നേരമായപ്പോൾ കടന്നുറങ്ങിയപ്പോഴേക്കും അമ്മൂന് ഉറക്കക്ഷീണം വന്നിട്ട് കണ്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം.